നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? അള്ളാഹുവിനാണ്. നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു പാർലമെന്റ് ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടായിട്ട് ആ 100 ആളുണ്ടെങ്കിൽ അത് 51 ആള് പറയാണ് മദ്യം ഹലാലാണ് എന്ന് പറഞ്ഞാൽ വോട്ടിനിട്ടപ്പോൾ 100 ആളിൽ 55 അല്ലെ 60 ആളും മദ്യം ഹലാലാണെന്ന് വോട്ട് ചെയ്തു. പക്ഷെ ഒരു വിശ്വാസിക്ക് അതുകൊണ്ട് എന്ത് ചെയ്യില്ല, മദ്യം അനുവദനീയമാവില്ല. കാരണം അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ശരിയും തെറ്റും തീർപ്പാക്കാനുള്ള അധികാരം ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിനാണ്. നിങ്ങൾ നിസ്കരിക്കണോ നിസ്കരിക്കണ്ട തീരുമാനിക്കാൻ ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന ആളുകൾക്കും രാജ്യം ഭരിക്കുന്ന ആളുകൾക്കും അധികാരമുണ്ട്. ഈ അധികാരം എന്താണ്? ഈ അധികാരം ഉപയോഗിച്ചവർ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നു, നിയമങ്ങളിൽ മാറ്റത്തിരുത്തൽ വരുത്തുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് യഥാർത്ഥത്തിൽ ഇത് രാഷ്ട്രീയ കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും ശരിയും തെറ്റും തീരുമാനിക്കാനുള്ള അധികാരം ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു സംഘടനക്കോ ഒരു വ്യവസ്ഥക്കോ ഇല്ല. അലാ ലഹുൽ ഖൽഖു വൽ അംർ. ആരാണോ നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ്, ആ റബ്ബിന് മാത്രമാണ് ശരിയാതാണ് തെറ്റേതാണെന്ന് പറയാനുള്ളത്. ഇതിനു വേണ്ടിയാണ് ഹദറത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം നമ്രൂദിന്റെ കൊട്ടാരത്തിൽ പോയി കലഹിച്ചത്. ഹദറത്ത് മൂസ അലൈഹിസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിൽ പോയി കലഹിച്ചത് എന്തിനു വേണ്ടിയാണ്? ഈ അധികാരം നിനക്കല്ല എന്ന് പറയാനാണ്. ഫറോവന്റെ അടുത്ത് മൂസ അലൈഹിസ്സലാം ചെന്നിട്ട് പറയാണ്, ഞാനിവിടെ ഒരു സംഘം ആളുകളെ സംഘടിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി, ഫറോവ തന്നെ ഏറ്റവും നല്ല ഡിസൈനുള്ള ഒരു പള്ളി ഉണ്ടാക്കി കൊടുക്കും. കാരണം അത് ഫറോവയെ ഭയപ്പെടുത്തുന്ന കാര്യമില്ല. കാരണം ആ നാട്ടിൽ ആരെ പൂജിക്കണമെന്നും ഏത് അമ്പലം ഉണ്ടാക്കണമെന്നും തീരുമാനിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഫറോവക്കുണ്ട്. ഇനി നാളെ മുതൽ നിങ്ങൾ നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞാൽ ആ നിയമം അധികാരം ആർക്കാണ്? ഫറോവക്കാണ്. പക്ഷേ ഫറോവയോട് പറഞ്ഞത്, അല്ലാഹ് ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബാണ്, ഞാൻ എന്തു പറയണം പറയണ്ടെന്ന് തീരുമാനിക്കാനുള്ളത്. എന്ത് അനുവദനീയമാണ്, എന്ത് അനനുവദനീയമാണ്, അനുവദനീയമല്ല എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? ആ റബ്ബിനാണ്. അപ്പോഴാണ് ഫറോവ മൂസ അലൈഹി ഇസ്ലാമുമായി അടഞ്ഞത്. അപ്പോഴാണ് നമ്രൂദ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തു? അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയണമെന്ന് പറഞ്ഞത്. ഫബുഹിതല്ലദീ കഫർ. അവിടെ നിഷേധികളുടെ, ഈ വിശ്വാസത്തിന്റെ പ്രതിയോഗികളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ഉത്തരം മുട്ടുന്ന എന്താണ്? ആ അധികാരം നിങ്ങൾക്കില്ല എന്ന് പറയുമ്പോഴാണ്.